ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയെ കൊലപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തലയിൽ സ്ത്രീകൾ കാണാതായ കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാണാതായ 4 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചേർത്തല സ്വദേശിനി സിന്ധുവിനെ കാണാതായ സംഭവത്തിൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. 2020 ഒക്ടോബർ 19 തിരുവഴിയിൽ നിന്നാണ് കാണാതാവുന്നത്. ക്ഷേത്ര ദർശനത്തിന് പോയ സിന്ധു പിന്നീട് തിരിച്ചു വന്നില്ല. സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ തുടർന്ന് എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണ് എന്നാണ് സൂചന. തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പ് അരിച്ചുപെറുക്കി പരിശോധന നടത്തിയിരുന്നു. 2 ഏക്കറിന് മേലുള്ള ചിങ്ങന്തറ വീട്ടിൽ മീൻ വളർത്തുന്ന കുളങ്ങളടക്കമുണ്ട്. കാട് കയറിയ ഇവിടം മൊത്തത്തിൽ പരിശോധിക്കും. പ്രതി അകത്താണ് എങ്കിലും സഹായികൾ പുറത്തിപ്പോഴുമുണ്ട്. കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാമെന്നും സംശയമുണ്ട്. മീൻ വളർത്തിയതും ഇതിനു വേണ്ടിയാണ് എന്നാണ് സംശയം. ചേർത്തലയിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സെബാസ്റ്റ്യന്റെ വീടും സ്ഥലവും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ CM സെബാസ്റ്റ്യൻ, അതായത് 68 വയസ്സാണ് ഈ സെബാസ്റ്റ്യൻ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം നാടിനെ ഞെട്ടിക്കുന്ന ഒരു സൈക്കോ സീരിയൽ കില്ലർ ആണ് എന്നും സംശയമുണ്ട്. ഇയാളെ ചേർത്തലയിൽ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബ്രോക്കറായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണിത്. അതിബുദ്ധിമാനായ ക്രിമിനലാണ് ഇയാളെ എന്ന് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തലുമുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളിൽ വ്യക്തത വരുത്താൻ 10 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രക്തം ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചത്. ജൈനമ്മയുടെ സഹോദരങ്ങളുടെ രക്തം നേരത്തെ അയച്ചിരുന്നു. ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണ് എന്ന് ഉറപ്പിക്കാനാകില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളിലേക്ക് കടന്നത്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയിട്ടുള്ള കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ല എന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പുപല്ലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അടുത്തയാഴ്ചയോടെ DNA ഫലം വരും. ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. കാണാതായ 2024 ഡിസംബർ 23 തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട് എന്നുമാണ് വിലയിരുത്തൽ. സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം അപഹരിച്ച് പണയം വയ്ക്കുകയും പിന്നീട് എടുത്ത് വിൽക്കുകയുമായിരുന്നു. ഇവ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ജൈനമ്മയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പഞ്ചായത്ത് മുൻ ജീവനക്കാരെ ചേർത്തല വരനാട് വെളിയിൽ ആയിഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു. അതേസമയം ചേർത്തല കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, ചേർത്തല തെക്ക് വള്ളാങ്കുന്നത്തുവെള്ളി സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലും മറ്റിടങ്ങൾ കുഴിച്ചു നോക്കും. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് പരാതി 2017 ലഭിച്ചത്. ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്ത എന്ന കേസുണ്ട്. സെബാസ്റ്റ്യന്റെ വീടിന്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. വിസമ്മതിച്ചതിനാൽ നുണപരിശോധന നടന്നില്ല. പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ മാത്യുവിനെ, അതായത് ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. സ്ഥലമിടപാട് നടത്തിയിരുന്നു. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റു എന്ന് കണ്ടെത്തി. ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ 2024 ഡിസംബർ 23 കാണാതായത്. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു. ഐഷയെ 2012 മെയ് 13 കാണാതായത്. ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ജൈനമ്മയ്ക്ക് സമീപവാസിയുടെ 5 സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തത് സെബാസ്റ്റ്യൻ ആയിരുന്നു. തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ 2020 ഒക്ടോബർ 19 കാണാതായത്. ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതായി കണ്ടെത്തി. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപായിരുന്നു സംഭവം. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല.